ഗൈസ്, വീണ്ടും അടുത്ത വ്ളോഗ്. എന്താല്ലേ 2-3 ദിവസമായിട്ട് വ്ളോഗ് തന്നെ. ഇന്ന് ഓഗസ്റ്റ് 1 ഇന്ന് ഓഗസ്റ്റ് 1. ഇന്നത്തെ ദിവസം പ്രത്യേകത എന്താണ്? ഇവളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഇവ പാടുന്നില്ല. ഇവളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് ക്ലാസ് ഫുള്ളൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വേണം കാണിക്കാം. എന്താ അതെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്നു. എയ്ഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ കണ്ണിൽ ഉണ്ണിയാണ്, ഉണ്ണിയിലെ കുരുവാണ് അവൾ. അതുകൊണ്ട് ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഇന്ന് എയ്ഡലിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ക്ലാസ് അങ്ങോട്ട് അർമാദിക്കുകയാണ്. ഇന്ന് പല പല ടൈപ്പ് ഫുഡ്. ഈ സമയത്ത് പൊടി ആകെ കോപ്പറേറ്റ് ചെയ്യും. ഇവള് പാടിയ വരില്ല, ഒറിജിനൽ ഇട്ടാലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ക്ലാസ് ആകെപ്പാടെ അങ്ങോട്ട് സെലിബ്രേഷൻ മൂഡാണ്. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ. ഈടലിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആരാ അവൾ? അതുകൊണ്ട് എന്തായാലും ഇന്ന് ഞങ്ങള് തിന്ന് തീറ്റ തന്നെ. ഇവിടെ ഇന്ന് വലിയൊരു സെലിബ്രേഷൻ ആണ്. എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും കുറെ സർപ്രൈസ് ആണ്. ഏടലിന് സർപ്രൈസ് ആണ്. ഏടലിന് അഭിനയമുണ്ട്. ഞാൻ ഒന്നും അറിയാത്ത പോലെ നമ്മൾ അഭിനയിക്കണം, അതാണ് നമ്മുടെ ടാസ്ക്. ഏടലിന് സർപ്രൈസ് ആണ് കേക്ക് കട്ടിയത്. പ്രൊഡക്ഷൻ ആണ്. ഇപ്പോൾ ബാക്കി വഴിയെ കാണാം സെലിബ്രേഷൻ. അതാണ് കേസ് ഡെക്കറേഷൻ. കണ്ട നല്ല റോസ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ക്ലാസ് നിന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താഴത്തെ ഫ്ലോറിൽ ബലൂണൊക്കെ വെച്ച് അത് ടീച്ചേഴ്സ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവിടെ സർപ്രൈസിന്റെ പരിപാടികളൊക്കെ നടക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ പിടിച്ചു വെച്ചേക്കുന്ന ആൾക്കാർ ബോഡി ഗാർഡ്സ് കുറേ പേരുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ പുറത്താക്കാൻ പറ്റും. ഞാൻ വിളിച്ചു പറ്റില്ലേക്ക്. ഞാനാണെങ്കിൽ എൻ്റെ കേക്ക് എന്നിട്ട് എൻ്റെ തൊണ്ടയ്ക്കും കയറി. ഇന്നലെ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ഇവിടുത്തെ സീനിയേഴ്സിന്റെ അബ്സലൂസ് ഫാൻ ആയിരുന്നു. അപ്പോൾ അവരുടെ മിച്ചം കേക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കേക്കും ഫുഡൊക്കെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ നമ്മൾ എനിക്കാണെങ്കിൽ വിശന്നിട്ടും എനിക്ക് വിശക്കാൻ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഇയർ, പിന്നെ ഇവളുടെ ബർത്ത്ഡേ മാത്രമല്ല, ഞങ്ങൾ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ സ്കൂളിൽ. ഇനി ഞങ്ങൾ ഇനി സ്കൂളിലേക്ക് വരുന്നത് നമ്മുടെ തേർഡ് ഇയറിലേക്കായിരിക്കും, ഒക്ടോബറിൽ. സെക്കൻഡ് ഇയറിൻ്റെ അവസാനം എൻ്റെ ബർത്ത്ഡേ. തേർഡ് ഇയറിൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ എൻ്റെ ബർത്ത്ഡേ. ശരിയാ, തേർഡ് ഇയർ തുടങ്ങുമ്പോൾ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ അങ്ങോട്ട് സർപ്രൈസ് ആണ് ഇത്. അന്ന് ഞാനായിരിക്കും വീഡിയോ എടുക്കണം. ഇവിടെ സർപ്രൈസ് ഞാൻ അഭിനയിച്ച് മരിക്കും. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് ബാക്കി സർപ്രൈസ് വീഡിയോയിലേക്ക് പോവാം. അവളുടെ സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവൾ. ഞാൻ മാത്രം അതെ, അതുകൊണ്ട് എനിക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ ഇവളുടെ കൂടെ ഇരിക്കുകയാണ്. അവരൊക്കെ അറേഞ്ച് ചെയ്യണം. ദേവികയൊക്കെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. പറഞ്ഞില്ല, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ പോയിട്ട് പണിയെടുത്തിട്ട് വരാൻ. ബർത്ത്ഡേ ആയിട്ട് പട്ടിണിയാണ് ഗൈസ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ നിന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സ്കൂളിൻ്റെ വക ഒരു വലിയ പിസ്സയാണ്. 5 പിസ്സ. അതായത് വലിയ പിസ്സയാണ് നമുക്കിന്ന് അവർ തന്നിരിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ടോക്കൺ ഓഫ് ലവ്. പിസ്സ തന്ന സ്കൂളിലെ അധികാരികൾക്കും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതെ, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇപ്പം എന്തൊക്കെയാണ് അവിടെ. അപ്പം ഇന്നലത്തെ ഫുഡും കുറച്ച് കേക്കും എന്തൊക്കെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുമൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ വലിയ പ്ലേറ്റിലെടുത്തിട്ട് മാക്കുന്ന കഴിക്കാൻ. അപ്പോൾ അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് വിശക്കണുണ്ട്. ഈ പട്ടിയോടെ ഇരിക്കണോണ്ട് എനിക്ക് പോയി നോക്കാൻ പോലും പറ്റുള്ള. ഇല്ല, ഇനി അതൊന്ന് തീർന്നോന്നറിയാൻ. അപ്പോൾ എന്തായാലും നോക്കാം. 2 hours later.
ഞങ്ങളിവിടെ വിശന്ന് കൊടല് കത്തി തീരാറായി. ഞങ്ങൾ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. നല്ലോണം വിശക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കുറേ നേരമായി വെയിറ്റ് ചെയ്യണം. വേറെ ആരോ വിളിച്ചു, ആള് വഴിയിലാണ്, ആൾക്ക് വരാൻ പറ്റില്ല. അതാരാണത് അറിയില്ല. പിസ 5 മിനിറ്റ് വരുമെന്ന് പറഞ്ഞു. അയാൾക്ക് വരാൻ പറ്റില്ല, പിസ ഇറങ്ങിടുവോ? എന്തോ സർപ്രൈസ് ആയിരിക്കും നിനക്ക്. എന്തോ ഇപ്പൊ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും തിന്നാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും തിന്നാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാം ഇന്നലത്തെ ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കേക്കൊക്കെ ഇപ്പൊ ഞങ്ങൾ മുറിച്ചു. പക്ഷെ പോയി കേക്ക് മുറിച്ച് ആ മുറിയോടെ വെച്ചിട്ട് ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് കഴിക്കാനാണ് വിചാരിച്ചത്. അതുകൊണ്ട് നമ്മളതൊന്നും ഫെർട്ടൈലും ചെയ്തില്ല. ഇപ്പൊ പറഞ്ഞ പോലെ എന്തിട്ടാ ഞങ്ങളിപ്പോൾ ഇവിടെ വിശന്നിരിക്കുക. ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റില്ല. അതാണ് പട്ടിക്ക് മുഴുവൻ കിട്ടിയ അവസ്ഥയാണ്. സൈഡിൽ നോക്കിയാലും ഫ്രണ്ടിൽ നോക്കിയാലും ഫുഡാണ്. പക്ഷെ നമ്മുടെ സൈഡിൽ ഒരുപാട് വെള്ളം കുടിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് അനുവാദമുള്ളൂ. ഈ അവസ്ഥ മുൻപ് അനുഭവപ്പെട്ടിട്ടുള്ളവർ താരെ കമന്റ് ചെയ്യുക. ആർക്കും ഉണ്ടാവില്ല. വെള്ളം കുടിച്ച് പ്രാന്താവുക. എനിക്കിപ്പോൾ ഇച്ചിരി ഫുഡ് കഴിക്കാൻ പറ്റുന്ന തോന്നണം. പക്ഷെ കുടിക്കണ്ട അല്ലേ. എനിക്ക് വിശന്നിട്ട് വയ്യ ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഫുഡ് ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ അതെടുത്ത് തിന്നും. എന്നിട്ട് അവിടെ വന്നിരുന്ന് അതും തിന്നും. വാങ്ങിച്ചിട്ടുള്ള ഫുഡ്. ഞങ്ങൾ രാവിലെ 2 ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിനി ചിലപ്പോൾ സഹിയിട്ട് ഞങ്ങളത് കഴിക്കും. അത് കുറേ നേരമായേ. അതെ. എന്തായാലും വില കിട്ടുവാണെങ്കിൽ കാണിക്കാം ഗൈസ്. പ്രതീക്ഷ ഒന്നുമില്ല ഇപ്പോൾ ഉടനെ ഒന്നും കിട്ടുന്ന. 5 മിനിറ്റിനുള്ളിൽ പിസ വരും എന്നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ. ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട്, പക്ഷെ നിങ്ങളതൊക്കെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക. ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും കുഴപ്പമാണ് സൗണ്ട് ക്വാളിറ്റി. സോറി ഗൈസ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന പൈസ വെച്ചിട്ട് ഞങ്ങളൊരു അതെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ ദാരിദ്ര്യം. ജർമ്മനിയിലാ. റോൾഡ് ഗോൾഡ് ആണ്, പക്ഷെ മുമ്പിൽ റോൾഡ് ഉണ്ടെന്ന്. റോൾഡ് ഗോൾഡ്. ബോറടിക്കാം ഗൈസ്. ഞങ്ങൾക്ക് പിസ കിട്ടി. ഫുഡ് കഴിച്ചാൽ വീട്ടിയപ്പോഴത്തേക്കും ആ ഒരു ഇതിൽ വീഡിയോ എടുക്കാൻ മറന്നു. അവിടെ എല്ലാവരും എടുക്കുന്നുണ്ട് ഫുഡ്. ഞങ്ങളും എടുത്തു 2 പിസ്സ സ്റ്റാർട്ടേഴ്സായിട്ട്. ഇനി അങ്ങോട്ട് എല്ലാം എടുക്കണം. പല ടൈപ്പ് ഓഫ് പിസ്സ ഉണ്ട്. സലാമി, ട്യൂൺ ഫ്ലൈഷ്, ഫിഷ്, പിന്നെ ഫുൾ വെജിറ്റാറിഷ് ആയിട്ടുള്ളതുണ്ട്. എല്ലാം ഉണ്ട്. നമ്മൾ 2 ടൈപ്പ് ഓഫ്. ഞാൻ സലാമിയും പിന്നെ ട്യൂൺ ഫ്ലൈഷും എടുത്തു. അവിടെ ട്യൂൺ ഫ്ലൈഷും വേറെ എന്തോ കൊപ്പ് എടുത്തു. എന്തെന്നാ അത് ചീസാണോ ആവോ എന്തോ എടുത്തു. അപ്പം ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിന് പോകണം ഫുഡ് എടുക്കാൻ. ശരി ഗൈസ്. അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുകയാണ്. ഈ കേക്ക് നിങ്ങൾക്ക് നിങ്ങളാ വീഡിയോ, ഞങ്ങളുടെ സെമിനാറിൻ്റെ വീഡിയോയിൽ അവൾ ഉണ്ടായിക്കോളും. ഞങ്ങളുടെ കൂടെ പഠിക്കുന്നൊരു ഫ്രണ്ട് അവൾ ഉണ്ടായിക്കോളും. കേക്ക് അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഈ കേക്ക് ഇപ്പോൾ അതേ സാറ് പറയാനുണ്ടായിരുന്നു എക്സലൻറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അവൾ ഉണ്ടാക്കി തന്നത് വീട്ടിൽ നിന്ന് വേറെ ആൾ ഉണ്ടാക്കി കൊടുത്തോളം പറയാം. അടിപൊളി ടേസ്റ്റാണ്. അതന്ന് കഴിച്ച ഓർമ്മയിലാണ് ഞങ്ങളിപ്പോൾ ഇതെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ്, അടിപൊളി. നേരത്തെ വിശന്നിട്ട് കഴിയായിരുന്നു, ഇപ്പോൾ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു. അതെ, ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിസ്സ വന്നു. ഒരു 5-6 ടൈപ്പ് പിസ്സ ഉണ്ടായിരുന്നു. കഴിച്ച് ഞാനൊരു 2 പീസ് എടുത്തു. കഴിച്ചു. അപ്പം തന്നെ ഏകദേശമൊക്കെ വയറ് നിറഞ്ഞായിരുന്നു. ഒരു സൈഡ് ആയി. പിന്നെ ചോക്ലേറ്റിന്റെ കേക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റിന്റെ കേക്ക് കഴിച്ചു. ഇവളുടെ ബർത്ത്ഡേക്ക് മുറിച്ച വീഡിയോയിൽ അതിൽ കേക്ക് ആ കേക്ക് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള പിള്ളേര് ബേക്ക് ചെയ്തിട്ട് വന്നൊരു കേസ് കൂഹൻ അല്ലാതെ കപ്പ് കേക്ക് പോലത്തെ ഉണ്ടായിരുന്നു. ഒരു ബനാനയുടെ കേക്ക്. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ കുറെ കൊണ്ട് കളഞ്ഞു. ഇവളുടെ പരിപാടി ഇപ്പോഴും അങ്ങനെ തന്നെ. ഇവിടെ എന്ത് ഫയർ വന്നാലും ഇവൾ എന്ത് ചെയ്യും, കുറേ എടുക്കും, എന്നിട്ട് ലാസ്റ്റ് ഇവള് കൊട്ടക്കളയും. ഇതാണ് ഇവിടെ പരിപാടി എപ്പോഴും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, എനിക്ക് ഇത്തിരി മധുരം കഴിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് കാണുമ്പോൾ അത് സൂപ്പർ ആയിരിക്കും, കഴിച്ചു നോക്കണം. പക്ഷേ ആ കപ്പ് കേക്ക് നമ്മൾ ആ സെമിനാറിന് പോയപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായി.
നല്ല ഇഷ്ടമായി. നമുക്ക് വയറില്ല എന്നാലും ഒക്കെ വേണം. അല്ല, പക്ഷെ എനിക്ക് വയറില്ലെന്ന് എനിക്കത് കഴിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണം. പക്ഷെ എൻ്റെ പ്രശ്നം വെച്ചാൽ എനിക്ക് ഒത്തിരി മധുരം കഴിക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് പറ്റിപ്പോയത്. അപ്പം ഞാൻ ഇവളുടെ ബർത്ത്ഡേ കേക്ക് മുറിച്ചത്, ഇവളുടെ ബർത്ത്ഡേ അല്ലേ, ഇവള് കേക്ക് മുറിച്ചതല്ലേ, അപ്പം നമ്മൾ കഴിക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസ് നോക്കി കട്ട് ചെയ്തെടുത്തതാണ്. പക്ഷെ അത് ഇപ്പം 3 ലെയർ ഉള്ളതുകൊണ്ട് അതിന് നല്ല ക്രീമുണ്ട്. ആ ക്രീം തന്നെ നല്ല മധുരമുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ കേക്കിലെ പോലെ സ്പഞ്ചല്ല ഇവിടെ കൂടുതൽ ക്രീമാണ്. അപ്പോൾ ആ ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി മധുരം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ബിക്കോസ് എനിക്ക് ഒത്തിരി മധുരം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരുമാതിരി എനിക്കിഷ്ടമില്ല, മധുരം കഴിക്കാൻ എനിക്കിഷ്ടമില്ല. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ കപ്പ് കേക്ക് കഴിക്കാൻ പറ്റിയില്ല ഗൈസ്. അതെ, പക്ഷെ നല്ല കപ്പ് കേക്ക് ആയിരുന്നു. ടേസ്റ്റ് ഉണ്ടായി, പക്ഷേ കഴിക്കാൻ പറ്റില്ല. ലാസ്റ്റ് എന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഫുഡൊക്കെ കുറേ ബാക്കി വന്നു. കുറേയൊക്കെ ചിക്കനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളുടെ അവിടെ തന്നെ വർക്ക് ചെയ്യണ ഒരു പുള്ളിക്കാരി കൊണ്ടുപോയി. ഞങ്ങളുടെ അടുത്തും ചോദിച്ചു കൊണ്ടുപോക്കോ, കുറെ കൊണ്ടുപോക്കോ. പിന്നെ ഇന്നലെ 3rd ഇയേഴ്സിന്റെ കേക്ക് മുറിച്ചതിനകത്ത് ഒരു ലെയർ, അത് അവർ 3 ടയർ കേക്ക് എന്തോന്ന് തോന്നുന്നു, അതിനകത്ത് ഒരു ലെയറേ അവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും മുകളിലത്തെ ലെയറാന്ന് തോന്നുന്നു, പക്ഷെ നല്ല വലുതുമാണ്. അതെന്തോ 10,000 രൂപയുടെ കേക്കാന്ന് പറഞ്ഞു. ആ 100 യൂറോയുടെ കേക്ക് എന്ന് പറഞ്ഞത്. 100 യൂറോയുടെ കേക്ക് എനിക്കറിയാൻ പാടില്ല അതിനകത്ത് എന്തിട്ട് 100 യൂറോയ്ക്കുള്ളത്. അത് പക്ഷെ കുറെ എനിക്കൊന്നും നല്ല വലിയ കേക്കായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഇന്നലെ അത് കണ്ടില്ല. അത് തന്നെ നമുക്കൊരു കേക്കാക്കി എടുക്കാനുണ്ട്. നമ്മുടെ സാധാ കേക്കിന്റെ ഒരു സാറ് ഇവിടെ നിർബന്ധിക്കായിരുന്നു. ഇത് എയ്ഡലിന് വേണ്ടിയിട്ട് 3rd ഇയേഴ്സ് ഉണ്ടാക്കിയ കേക്കാണ്, അപ്പൊ നീ ഇത് കൊണ്ടോ അത് എവിടെന്നെങ്കിലും അവിടെ തലയിൽ ഒഴിക്കണമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഞങ്ങള് പക്ഷേ കപ്പ് കേക്ക് 2 കൊണ്ടുവന്നു. അത് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് 2 എടുത്തു. പിന്നെ എൻ്റെ ബർത്ത്ഡേ കേക്ക് ഞാൻ കൊണ്ടുവന്നു, അത് മാത്രം ഞങ്ങൾ എടുത്തു. പിന്നെ ഒരു കുഞ്ഞു പകുതി പിസ്സ, അതും പകുതിയല്ല, കുറച്ച് 2 പീസ് എന്തോ. എന്ന് കുറേ സാധനങ്ങൾ മിച്ചുണ്ടായിരുന്നു. ഇന്നത്തെ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോയി. കാര്യം അവിടെ വെക്കാൻ പറ്റില്ല. കാര്യം ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമാണ്. ഇനിയിപ്പോൾ അവിടെ ആർക്കും ക്ലാസ് ഇല്ല, ആരും കഴിക്കാനില്ല. പിന്നെ സാറന്മാരൊക്കെ ഉള്ളു. പിന്നെ ഐസ്ക്രീം അത് ഞാൻ മേടിച്ചിട്ട് അത് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല, അത്രേ വയറ് നിറഞ്ഞു എല്ലാവർക്കും. എല്ലാവരും അടുത്തു, എല്ലാവരും കഴിച്ച്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ ഫുഡ് ഇരിപ്പുണ്ട്. ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതെ, ബ്രോച്ചം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ബാഗിലിരിക്കുക. ഇനി അതപ്പം തിന്നോന്ന് എനിക്കറിയാൻ പാടില്ല, അതും ഉണ്ടടി നൈറ്റ്. പിന്നെ ഐസ്ക്രീം എന്നിട്ട് ഞങ്ങളവിടെ സാറ് പറഞ്ഞു ഐസ്ക്രീം അവിടെ വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഒരെണ്ണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ പിന്നെ വൈബാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഞങ്ങളുടെ ടീച്ചേഴ്സ് അടിപൊളിയാണ്. അത്രയും എൻജോയ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ്. ഇന്ന് ഞങ്ങൾക്ക് പുതിയൊരു ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജോയിൻ ചെയ്ത ടീച്ചർ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു സാറ് വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഗുഡ് മോർണിംഗ്, നമ്മുടെ ക്ലാസ്സിൽ പറയില്ല ഗുഡ് മോർണിംഗ് ടീച്ചർ, ആ സെയിം സാധനം തന്നെ ഇവിടെ അവരും പറയും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേര് പറയും. അപ്പോൾ ഞങ്ങളുടെ സാറ് ആ സാറ് കയറി വരുന്നുണ്ട്, ഞങ്ങളത് പറഞ്ഞിരിക്കും. പുള്ളി ഭയങ്കര ജോളിയാണ്, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് പുള്ളി. അപ്പോൾ ആ സാറ് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ ഞങ്ങളുടെ ടീച്ചേഴ്സിന്. ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഒരു 26, 30 ആ ഒരു റേഞ്ചിലുള്ളവരാണ്, വലിയ പ്രായമൊന്നും ഉള്ളവരല്ല. അപ്പം അതുകൊണ്ട് തന്നെ നല്ല വൈബാണ് അവർ. അപ്പോൾ ഇന്നിപ്പോൾ പുതിയൊരാൾ വന്നപ്പോഴത്തേക്കും, അവർ ജോയിൻ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഒരു സാറ് വന്നിട്ട് പറയും ഇങ്ങനെ പറഞ്ഞിട്ട് വന്ന് ക്ലൂ തരും, ഡോറിങ്ങനെ വന്നിട്ട് എന്നുള്ള രീതിയിൽ വന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, സാറ് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വെറുതെ എണീക്കുക, എന്ത് ഗുഡ് മോർഗൻ പേര് പറയുക, ചിരിക്കരുത്, അങ്ങനെ തന്നെ ഇരിക്കാന്ന്. ഞങ്ങളെല്ലാവരും മറ്റേ ബലം പിടിച്ചിരുന്നിട്ട് എണീറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇരുന്ന് അപ്പോൾ പുള്ളിക്കാരിക്കൊന്നും മനസ്സിലായില്ല എന്താണ്. എന്നിട്ട് പുള്ളിക്കാരൻ നല്ല ചിരിച്ച് കൈയൊക്കെ അടിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചാണ്, എൻ്റെ പിള്ളേർ സൂപ്പറായിട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി. എല്ലാവരും തമ്മിൽ നല്ലൊരു കോർഡിനേഷനാണ് അവിടെ. എന്തായാലും എവിടേക്കോ പോയി. എന്തായാലും എത്ര ഉള്ളൂ. ഞങ്ങളാകെ ക്ഷീണിച്ച് വയറൊക്കെ നിറഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളാകെ ക്ഷീണിച്ച് ഇപ്പോൾ വയറൊക്കെ നിറഞ്ഞു. ഇനിയിപ്പോൾ എന്താ, ഒന്ന് പോയി കിടക്കുക, വീട്ടിലേക്ക് ഒന്ന് ഉറങ്ങണം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പായസമൊക്കെ കല്യാണത്തിലൊക്കെ പോയിട്ട് പായസം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉറക്കം വരും. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഒന്ന് ഉറങ്ങണം, അതാണ് മെയിൻ പരിപാടി. എനിക്ക് കിടക്കണം. പിന്നെ വീട്ടിൽ വിളിക്കണം. ഞാൻ അവിടെ വെച്ചൊരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പരിപാടി നടക്കുമ്പോൾ ഇവളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചുമ്മാ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റില്ല, ചുമ്മാ കാണിച്ചിട്ട് അപ്പം തന്നെ വെച്ചു. അപ്പം ഇനിയിപ്പോൾ അവരെയൊക്കെ ഒന്ന് വിളിക്കണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് എന്തെങ്കിലും വരാം. അല്ല പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വെറൈറ്റി ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെയുള്ള വീഡിയോസ്, ജേർമൽ ഏതെങ്കിലും കണ്ടന്റ് വ്ളോഗ്സ് ഇതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, ശരി, ബൈ ബൈ. ബൈ.